എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് അഗ്നിപരീക്ഷ മൂന്നാമത്തെ ദിവസം ഇന്ന് കണ്ടിട്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ കണ്ട കാഴ്ചകൾ പറയുന്നതിന് മുൻപായിട്ട് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള കാര്യം, നിങ്ങൾ ബിഗ് ബോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഹോട്ട്സ്റ്റാറിലാണോ കാണുന്നത് അതോ ചാനലിലാണോ? ഞാനത് ചോദിക്കാൻ കാരണം, ചാനലിൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് ഇന്ന് വൈകിട്ടേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഹോട്ട്സ്റ്റാറിലാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നലെ രാത്രി 12 മണിക്ക് തന്നെ ഷോ കാണാൻ പറ്റും. ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന ആ 12 മണിക്ക് തന്നെ ഷോ കാണാൻ പറ്റും. അപ്പോൾ ഷോ കണ്ടതിന് ശേഷമാണ് നമ്മുടെ വീഡിയോ ഇപ്പോൾ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ കണക്റ്റ് ആവും. അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഷോ കാണുമ്പോഴേക്കും നിങ്ങൾ ക്യൂരിയസ് ആയിരിക്കും. അവർ പറഞ്ഞ കാര്യം എപ്പോഴാണ് വരാൻ പോകുന്നത് എന്നോർത്തുള്ള ക്യൂരിയസ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഈ പറയുന്ന എപ്പിസോഡ് കണ്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്കിപ്പം റിവ്യൂ ചെയ്യുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാതുണ്ടെങ്കിലോ എനിക്കത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. അഗ്നിപരീക്ഷ മൂന്നാമത്തെ ദിവസമാണ്. ഇന്നത്തെ എപ്പിസോഡിൽ കണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. കാരണം കണ്ടസ്റ്റൻസിൽ ബഹുഭൂരിപക്ഷവും പരസ്പര ബഹുമാനമില്ലാതെ പെരുമാറിയത് പോലെ തോന്നി. അവരുടെ തെറ്റുകൾ അവരുടേതല്ല, മറ്റേയാളുടെ തെറ്റുകൊണ്ട് സംഭവിച്ചതാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എവിക്ഷനാണ്. സോ 4 പേര് ഇന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. ആ പോയ ആൾക്കാരിൽ പല ആൾക്കാരും മറ്റുള്ളവരെ പഴിച്ചുകൊണ്ട് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ജഡ്ജസിനെ പ്രൊവോക്ക് ചെയ്യുക, ജഡ്ജസ് പ്രൊവോക്ഡ് ആവുക, ജഡ്ജസ് തിരിച്ച് റിയാക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കുറേ സംഭവ വികാസങ്ങൾ നടന്നൊരു എപ്പിസോഡാണ്. കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ 2 ദിവസത്തെ എപ്പിസോഡ് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കുറച്ചൊരു ഓർത്ത് വെക്കാനൊന്നും ഇല്ലാത്തൊരു എപ്പിസോഡ് പോലെ ഫീൽ ചെയ്തു. ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ റനീഷ ആങ്കർ ആദ്യമേ വന്നിരുന്നത് ജഡ്ജസിന്റെ സീറ്റിലായിരുന്നു. ഇവിടെ ഇരിക്കാൻ നല്ല രസമുണ്ട്, നല്ല സുഖമുണ്ട്, സോ ഇവിടുന്ന് അങ്ങോട്ട് നോക്കാൻ ഭയങ്കര ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ജഡ്ജസ് വരുന്നു സ്റ്റേജിലേക്ക്. ജഡ്ജസ് വന്നു കഴിഞ്ഞിട്ട് റനീഷോട് പറയുന്നു, അപ്പോൾ ഞങ്ങളോട് ഇരിക്കേണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നേരെ ഒരു ഹഗ്ഗൊക്കെ കൊടുത്തിട്ട് ജഡ്ജസിന്റെ സീറ്റിൽ അവർ വന്നിരുന്നു. ആങ്കർ അവിടെ നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രത്യേകത 40 പേരെയും ഒരുമിച്ച് കാണാൻ പറ്റുന്നതാണ്. ആ ഒരുമിച്ച് വന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ 4 പേര് പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ 40 എന്നുള്ളത് 36 ആയിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ 40 പേര് വന്നു. റനീഷ ആ 40 പേരോടായിട്ട് പറയുന്നു ഔട്ട് ഹൗസിലേക്ക്, അതായത് ഡേഞ്ചർ സോണിലുള്ള ആൾക്കാർ കൈപ്പൊക്കൂ എന്ന് പറയുന്നുണ്ട്. ശരിക്കും ഈ ഡേഞ്ചർ സോണിലുള്ള ആൾക്കാർക്കും സേവ് ആവാനുള്ള അവസരമുണ്ട്, പക്ഷെ അത് ഭാഗ്യം പോലിരിക്കുന്നു വേണമെങ്കിൽ പറയേണ്ടി വരും. അതിന് കൂടെ തന്നെ ഇൻഫിനിറ്റി കിട്ടിയവർക്ക് ഒരു പവർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് കൂട്ടത്തിൽ ഈ 40 പേരിൽ കുറച്ച് പേർക്ക് ഇൻഫിനിറ്റി പവർ കിട്ടിയിട്ടുണ്ട്. ഒരു 5-6 പേർക്കോളം ഇൻഫിനിറ്റി പവർ കിട്ടിയിട്ടുണ്ട്. ആ ഇൻഫിനിറ്റി പവർ കിട്ടിയ ആൾക്കാർക്ക്, ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയ ആൾക്കാർക്ക് ഒരു പവർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ പവർ എന്താണെന്നുള്ള വഴിയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിച്ചെന്ന് പറയുന്നത് ലാലേട്ടൻ്റെ ഒരു മെസ്സേജാണ്. അതായത് അഗ്നിപരീക്ഷ എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. സോ അത് ഒരുപാട് കടമ്പകൾ കടന്ന് നിങ്ങൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ്റെ ഒരു മെസ്സേജ്. ആ ലാലേട്ടനെ കണ്ടപ്പോൾ തന്നെ ബിഗ് ബോസിൻ്റെ ഒരു വൈബ് മാറി എന്നുള്ളതാണ്. കാരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ലാലേട്ടനാണല്ലോ, എൻ്റെ ഫേസ് ലാലേട്ടനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ലാലേട്ടനെ കാണുമ്പോഴാണ് ബിഗ് ബോസ് ആണല്ലോ എന്നൊരു ചിന്ത വരുന്നത്. അല്ലാതെ എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് വേറെ എന്തോ ഒരു ഷോ പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇടയ്ക്ക് ഈ ബിഗ് ബോസിൻ്റെ മ്യൂസിക് വരുമ്പോഴാണ് ബിഗ് ബോസ് ആണെന്ന് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ അത് മറ്റെന്തോ ഒരു ഷോ എന്നൊരു ഫീലാണ് ഈ അഗ്നിപരീക്ഷയ്ക്ക് കിട്ടുന്നത്. ബിഗ് ബോസ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോഴും ഒരുതരം ബാലിശമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് ഷോ പോകുന്നത്. അതിന് മാറ്റങ്ങൾ വന്നാൽ നല്ലതാണെന്ന് തോന്നുന്നു. ലാലേട്ടൻ്റെ മെസ്സേജിന് ശേഷം പിന്നെ കാണുന്നൊരു കാര്യം, ഈ 40 പേരെയും 4 ടീമുകളാക്കി എന്നുള്ളതാണ്. 4 ടീമുകളാക്കാൻ കാരണം ഈ 4 ടീമുകൾക്കും ഓരോ ടാസ്ക് കൊടുക്കും. ഈ 4 ടീമുകൾക്കും ടാസ്ക് കൊടുത്തതിന് ശേഷം ആ ടാസ്കിൽ നിന്ന് ഒരു ടീമിനെ ഇവർ പിക്ക് ചെയ്യുന്നത് മാത്രമല്ല, എന്നിട്ട് ഈ ജഡ്ജസിനോട് തോന്നുന്ന ആൾക്കാരെ ആണ് ഇവർ എവിക്റ്റ് ആക്കുന്നതും സേവ് ആക്കുന്നതും. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ജഡ്ജസിനെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ജഡ്ജസിനെ ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ദേഷ്യം പിടിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വ്യക്തികൾ അകത്തേക്ക് പോകാൻ സാധ്യത കുറവാണ്. അവർക്ക് ചാൻസസ് കമ്മി ആയിക്കൊണ്ടിരിക്കും. അത് ഇന്നത്തെ എവിക്ഷനോടുകൂടി മനസ്സിലായ ഒരു കാര്യമാണ്. അവർ നോക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, നോട്ടീസബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടോ, സംസാരിക്കുന്ന ആൾക്കാരുണ്ടോ, പിന്നെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആൾക്കാരുണ്ടോ, പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെതിരെ സംസാരിക്കുന്ന ആൾക്കാരുണ്ടോ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്. കാരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നോക്കിയിട്ടാണ് ജഡ്ജസ് എവിക്റ്റ് ചെയ്യണോ സേവ് ചെയ്യണോ തീരുമാനിക്കുന്നത്. അപ്പോൾ 4 ടീമിനെ തിരിക്കുന്നു. ടീം എ വന്നു. ആദ്യം ടീം എനെ അടുത്തേക്ക് വിളിച്ചു. ഈ 4 പേരെ തിരിച്ച രീതി എന്ന് പറയുന്നത്, അവർ ഇരിക്കുന്ന പൊസിഷൻ അനുസരിച്ച് തന്നെ 4 പേരെയും ഡിവൈഡ് ചെയ്തു. കാരണം ചെറിയ ഗ്യാപ്പ് കിട്ടാണ്ടിരുന്ന ആൾക്കാർ. അപ്പോൾ ആ ഇരിക്കുന്ന പൊസിഷൻ അനുസരിച്ച് 4 ടീമായിട്ട് ഡിവൈഡ് ചെയ്തു. 4 ടീമിലും ഓരോ ക്യാപ്റ്റന്മാർ വേണം. പക്ഷേ ഈ റെഡ് ബാൻഡ് കിട്ടിയ ആൾക്കാരുണ്ട്, അതായത് ഡേഞ്ചർ സോണിലുള്ള ഔട്ട് ഹൗസിലുള്ള ആൾക്കാർക്ക്, അവർക്കാണ് റെഡ് ബാൻഡ് കിട്ടിയത്. അവർക്ക് എന്താവാൻ പറ്റില്ല, ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല. ഈ 4 ടീമിനകത്തും 1-2 പേർക്ക് ഈ റെഡ് ബാൻഡ് വെച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല. ബാക്കിയുള്ള ആൾക്കാരെ ആര് ക്യാപ്റ്റൻ ആവണമെന്നുള്ളത് ഈ ടീം മെമ്പേഴ്സ് തന്നെ ഡിസൈഡ് ചെയ്യണം. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾക്കാർക്ക് ക്യാപ്റ്റൻ ആവാം. അങ്ങനെ ടീം എയിൽ ടാഷയാണ് ക്യാപ്റ്റൻ ആയത്, 4 വോട്ട് കിട്ടിയിട്ട്. ക്യാപ്റ്റൻ അവർ ചൂസ് ചെയ്യുന്നത് പല മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ്. ചില ആൾക്കാർ കോപ്പറേറ്റീവ് ആണെന്ന് പറയുന്നു, ചില ആൾക്കാർ എല്ലാവരും ഒരുപോലെ കാണുന്ന ആൾക്കാരാണെന്ന് പറയുന്നു, ചില ആൾക്കാർ പറയുന്നു ഇദ്ദേഹത്തിനൊരു ക്യാപ്റ്റൻസി പവർ ഉണ്ട്, ചില ആൾക്കാർ പറയുന്നു ഇയാളുടെ വോയിസ് ഇനിയും ലൗഡായിട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്, അത് ക്യാപ്റ്റൻ ആയാൽ പറ്റുമെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല കാറ്റഗറി വെച്ചിട്ടാണ് ഈ ടീം മെമ്പേഴ്സ് ഒരാളെ ക്യാപ്റ്റനായിട്ട് ചൂസ് ചെയ്യുന്നത്. അങ്ങനെ 4 വോട്ട് നേടിയിട്ട് ടാഷി ക്യാപ്റ്റനായിട്ട് മാറി. ടീം ബിയിൽ അതേ 4 വോട്ട് നേടിയിട്ട്
അതേ അടുത്ത ടീം വന്നപ്പോൾ അതേ 4 വോട്ട് നേടിയിട്ട് പ്രണവിനെ ക്യാപ്റ്റനാക്കി. ടീം സിയിലാണെങ്കിൽ വീണ്ടും 4 വോട്ട് നേടി അഭിരാമിനെ ക്യാപ്റ്റനാക്കി. ടീം ഡിയിലാണെങ്കിൽ ലൊലീറ്റ, അവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി, ആ ടീമിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ലൊലീറ്റ ആയിരുന്നു. ലൊലീറ്റനെ ക്യാപ്റ്റനാക്കി മാറ്റി. അതും 4 വോട്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഈ 4 പേരെയും അതിനുശേഷം റനീഷ ആങ്കർ വന്നിട്ട് ഈ 4 പേരെയും സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് ഇവരെ ഒന്ന് പേടിപ്പിച്ചു. അതായത് ഈ 4 പേരായിരിക്കുമോ പുറത്തേക്ക് പോകുന്നത്, ക്യാപ്റ്റനായിട്ട് വരാം. അപ്പോൾ അവർക്ക് അതൊരു കോൺഫിഡൻസ് ഉണ്ട്, ആ 4 പേര് എന്തായാലും പുറത്ത് പോകില്ല, കാരണം ക്യാപ്റ്റനായിട്ട് വന്ന ആൾക്കാർ എന്തായാലും പുറത്തേക്ക് വിടില്ലല്ലോ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടായിരുന്നു. ക്യാപ്റ്റന് ഇമ്മ്യൂണിറ്റി പവർ കിട്ടുന്നു. പെൻഡന്റ് കിട്ടിയ ആൾക്കാർക്ക് ഒരു പവർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാപ്റ്റന് ഇമ്മ്യൂണിറ്റി പവർ കിട്ടിയെന്ന് പറയുന്നു. ഇമ്മ്യൂണിറ്റി പവർ ഇൻ ദ സെൻസ് അവർക്ക് എവിക്ഷൻ ഇല്ല, അവരെ ഓൾറെഡി സേവ് ആക്കി അവരെ പറഞ്ഞു വിട്ടു. അതിനുശേഷം എവിക്ഷനെ കുറിച്ച് അഖിൽമാരാർ പറയുവാണ്. എവിക്ഷൻ എന്താണ്, എങ്ങനെയായിരിക്കും, എന്തൊക്കെ കാറ്റഗറി നോക്കിയിട്ടാണ് എവിക്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അഖിൽമാരാർ സംസാരിക്കുന്നു. ദെൻ ടാസ്കിന് സമയമായി. ടാസ്കിൻ്റെ പൊന്നോ, ഇതുപോലെ ഡിസപ്പോയിൻറ്റഡ് ആക്കിയ ഒരു ടാസ്ക് ഞാൻ കണ്ടിട്ടില്ല. അതിനകത്ത് എന്താ പറയുക, ഒരു മിസ്റ്റേക്ക് വന്നപ്പോൾ ഒരു ടീമിന് മിസ്റ്റേക്ക് വന്നു. ആ മിസ്റ്റേക്ക് വന്നപ്പോൾ ആ ടീം മെമ്പേഴ്സ് അക്കൗണ്ടബിലിറ്റി സ്വന്തമായിട്ട് ഏറ്റെടുക്കുകയല്ല ചെയ്യുന്നത്. അവൻ കാരണമാണ്, അവർ കാരണമാണ്, ഈ സൈഡ് കാരണമാണ്, ഇങ്ങനെ പരസ്പരം എന്താ പഴിചാരുക. ശരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, എന്നും അടിയായിരിക്കും. കാര്യം ഒരു മിസ്റ്റേക്ക് വന്നാലും അത് അവൻ കാരണം, അത് ഇവൻ കാരണം, അത് മറ്റവൻ കാരണം, അത് മറിച്ചവൻ കാരണം, ഇങ്ങനെ ഇവരെന്ത് ചെയ്യും, പരസ്പരം ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ടും ഷോയിൽ എന്താ സംഭവിക്കുക, ബഹളങ്ങളും അടികളും ഒക്കെ ആയിരിക്കും സംഭവിക്കുക. ഇതിലൊരു പ്രത്യേകത, കോമണേഴ്സ് വന്നു കഴിയുമ്പോൾ കോമണേഴ്സിന്റെ എണ്ണം കൂടുമ്പോൾ അവർ ഇമേജ് നോക്കത്തില്ല, എന്ത് സംഭവിച്ചാലും അവർക്ക് എന്താ. പക്ഷേ എല്ലാവരും സെലിബ്രിറ്റീസ് ആണെങ്കിൽ അവർ ഇമേജ് നോക്കിയിട്ട് ഇമേജ് കോൺഷ്യസ് ആയിട്ട് ആയിരിക്കും കൂടുതൽ ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുന്നത് തുടക്കത്തിലെങ്കിലും. പിന്നെ ക്യാമറയൊക്കെ അവിടെ ഉണ്ടോ ഇല്ലയോ ഒരു വിഷയമുള്ള കാര്യമല്ല. തുടക്കത്തിൽ 1-2 ആഴ്ചയെങ്കിലും അവർ ഇമേജ് കോൺഷ്യസ് ആയിരിക്കും. ഞാൻ എന്താ പറയുന്നത്, ഞാൻ പറയുന്നത് വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചൊക്കെ പറയാവൂ, ഞാൻ മോശമായിട്ട് സംസാരിക്കാൻ പാടില്ല, ഇങ്ങനെ ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് വരും. വോയിസ് റേസ് ചെയ്യുന്നിടത്ത് പല ആൾക്കാർ വോയിസ് റേസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് എനിക്ക് ഇന്ന് വീണ്ടും ഡിസപ്പോയിൻറ്റഡ് ആക്കിയത് പൂജയാണ്. പൂജയുടെ നാവിൽ നിന്ന് വേണ്ടാത്ത വാക്ക് വരെ വന്നു, ഇറങ്ങിപ്പോടാ, കളഞ്ഞിട്ട് പോടാ, അങ്ങനെയൊക്കെ ഉള്ള ലെവലിൽ പൂജ സംസാരിച്ചു. പൂജ മീൻസ് രണ്ടാമത്തെ ടീമിൽ വന്ന പൂജ, അതായത് രണ്ടാമത്തെ 20 പേരിൽ കയറിയ പൂജ കുറച്ചൊന്ന് എന്താ പറയുക, മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടർ പോലെ വീണ്ടും തോന്നി. ഇന്നലെ പൂജയുടെ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ മിസ്റ്റേക്ക് എന്താണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കും, ഞാൻ അവിടെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും ഇതിൽ പല ആൾക്കാരും പുറത്തേക്ക് വന്നു തോന്നുന്നു. അത് ഈ ഷോ ഇപ്പം നിലവിലവിടെ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല കേട്ടോ. പുറത്തേക്ക് വന്ന ആൾക്കാർ അതും അവിടെ തന്നെ നിൽക്കുവാണെന്ന് അറിയില്ല. കാരണം ഈ പൂജയുടെ വീഡിയോ കണ്ടു, ഒരു വർഷയുടെ വീഡിയോ കണ്ടു, വേറെ കുറച്ച് പേരുടെയൊക്കെ വീഡിയോ, ഒരു ഷിജിൻ ലാൽ, അങ്ങനെ 3-4 പേരുടെ വീഡിയോസ് കണ്ടു. ഇവർ പുറത്ത് വന്നതിന് ശേഷം സംസാരിക്കുന്ന കുറച്ച് വീഡിയോസ് കണ്ടു, അതായത് എവിക്റ്റ് ആയതിനു ശേഷം. അപ്പോൾ ഇവർക്ക് എവിക്റ്റ് ആയി പോയോ എന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ പൂജ കുറച്ചൊന്ന് ഡിസപ്പോയിൻറ്റഡ് ആക്കുന്നുണ്ട്. ഈ അസ്ഥാനത്തുള്ള സംസാരം, കളഞ്ഞിട്ട് പോടേ എന്നൊക്കെയുള്ള രീതിയിൽ അത് അഖിൽമാരാർ കേൾക്കുകയും ചെയ്തു. അതിലേക്ക് നമുക്ക് വരാം. അഖിൽമാരാർ ഒന്ന് ദേഷ്യപ്പെട്ട് പൂജയുടെ നന്നായിട്ട് ഷൗട്ട് ചെയ്തു. അപ്പോൾ ഈ ടീം എയെ വിളിച്ചിട്ട് അവർക്ക് ടാസ്ക് കൊടുക്കുകയാണ്. ടാസ്ക് എന്ന് പറയുന്നത് 1 by 1 ആയിട്ട് ഇവർ നിൽക്കണം. അതായത് ലൈനായിട്ട് നിന്നിട്ട്, ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് നിന്നിട്ട് ഇവരുടെ ഫ്രണ്ടിലൊരു പോഡിയം ഉണ്ടാവും. ആ പോഡിയത്തിൻ്റെ മേളിലൊരു ബസർ ഉണ്ടാവും. ഈ ബസർ ഒരു ടൈമറാണ്. ആ പോഡിയം, ഈ ബസർ ക്ലിക്ക് ചെയ്യുമ്പോൾ ടൈമർ ഓടി തുടങ്ങും. ബസർ വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ ടൈമർ നിൽക്കും. ഇതാണ് മത്സരത്തിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇവർ ചെയ്യേണ്ട കാര്യം ലൈനായിട്ട് നിൽക്കുക. ലൈനായിട്ട് നിന്നിട്ട് ആദ്യത്തെ ആൾ വന്ന് ബസർ പ്രസ് ചെയ്യുക. ബസർ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് 5 സെക്കൻഡ് ആകുമ്പോഴേക്കും വീണ്ടും പ്രസ് ചെയ്യുക. അങ്ങനെ അവസാനത്തെ ആൾ പ്രസ് ചെയ്യുന്നത് 60ാമത്തെ സെക്കൻഡിലായിരിക്കണം. ചിലപ്പോൾ അങ്ങോട്ട് പോകാം, ചിലപ്പോൾ ഇങ്ങോട്ട് വരാം. പക്ഷേ ഈ 60 അടുപ്പിച്ചാണ് ഇത് വരേണ്ടത്. ഇതിൽ 60 അടുപ്പിച്ച് വരുന്ന ടീമാണ് ജയിക്കുന്നത്. അങ്ങനെ ടീം എ വരുന്നു, കൊളവാക്കി. ഇതിന് വേണ്ടി 1 മിനിറ്റ് ഡിസ്കസ് ചെയ്യാനുള്ള സമയം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ 1 മിനിറ്റ് സമയം അവർക്ക് 1 മിനിറ്റ് കൊടുക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ. നമുക്കിവിടെ ഒരു 10 സെക്കൻഡ് ആകുമ്പോൾ തന്നെ റനീഷ കൗണ്ട് ഡൗൺ തുടങ്ങും. 3, 2, 1 എന്ന് പറഞ്ഞിട്ട് അവരെ വിളിക്കുന്നു. വീണ്ടും 3, 2, 1 പറയുമ്പോൾ അതിൽ ഒരാൾ വന്നിട്ട് പ്രസ് ചെയ്യുന്നു. അങ്ങനെയാണ് പോയത്. അപ്പോൾ 60 സെക്കൻഡ് കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. കാരണം എപ്പിസോഡിൽ കാണിക്കുമ്പോൾ അങ്ങനെ കാണിക്കുന്നില്ല, 60 സെക്കൻഡ് കാണിക്കുന്നില്ല. അത് ടൈമിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം. ഫസ്റ്റ് ടീം വന്നിട്ട് ഇതിൻ്റെ പ്രത്യേകത, ഈ ടാസ്ക് ഒരേ ടാസ്ക് ആകുമ്പോൾ 4 ടീമിനും ഒരേ ടാസ്ക് കൊടുക്കുമ്പോൾ ഒരു ഗുണം, മറ്റ് ടീമുകൾക്കുള്ള ഗുണം, 4ാമത്തെ ടീമിന് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ്, 3 ടീമും വരുത്തുന്ന മിസ്റ്റേക്ക് 4ാമത്തെ ടീമിന് മനസ്സിലാക്കാൻ പറ്റും. 3ാമത്തെ ടീമിന് ബാക്കി 2 ടീം കാണിക്കുന്ന മിസ്റ്റേക്ക് 3ാമത്തെ ടീമിന് മനസ്സിലാക്കി കളിക്കാൻ പറ്റും. പെട്ട് പോകുന്നത് ആദ്യത്തെ ടീമാണ്. അവർക്ക് എന്താ ചെയ്യണമെന്ന് ഐഡിയ ഉണ്ടാവില്ല. ഈ ജഡ്ജസ് പറയുന്ന കാര്യം മനസ്സിലായില്ലെങ്കിൽ പെട്ടു. അത് തന്നെ ഇവിടെ സംഭവിച്ചു. ആദ്യത്തെ ആൾ വന്ന് ബസർ പ്രസ് ചെയ്തു. ബസർ പ്രസ് ചെയ്തപ്പോഴേക്കും എന്താ സംഭവിച്ചത്, ആളിങ്ങനെ 2-3 പ്രാവശ്യം പ്രസ് ചെയ്യുകയാണ്. ആദ്യത്തെ പ്രസ് ചെയ്തു, രണ്ടാമത് പ്രസ് ചെയ്തു, 3ാമത് പ്രസ് ചെയ്തു. അപ്പം 2ാമത്തെ പ്രസ് എന്താ സംഭവിക്കുക, ടൈമർ നിൽക്കും. 3ാമത്തെ പ്രസ്സിൽ വീണ്ടും ടൈമർ ഓടി തുടങ്ങുകയാണ്. അയാൾ അങ്ങ് പോവുകയും ചെയ്തു. അടുത്ത ആൾ വീണ്ടും വന്നു പ്രസ് ചെയ്യുമ്പോൾ എന്താ, ടൈമർ നിൽക്കുന്നു. അപ്പോൾ ടൈമിംഗ് മാറുകയാണ്. ടൈമറിനകത്തൊരു കളിയുണ്ട്. ചിലപ്പോൾ റെഡ് ലൈറ്റ് കത്തും, ചിലപ്പോൾ കത്തത്തില്ല, ചിലപ്പോൾ സൗണ്ട് കേൾക്കും, ചിലപ്പോൾ സൗണ്ട് കേൾക്കില്ല. ഇങ്ങനെയൊക്കെയാണ് ആ ടൈമറിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവർക്ക് കൺഫ്യൂഷൻ ആവുകയാണ്, ഇത് ഓടുന്നുണ്ടോ നിൽക്കുന്നുണ്ടോ. അപ്പോൾ ആദ്യത്തെ ടീം തന്നെ കുളവാക്കി. പക്ഷേ അവർ 44.75 സെക്കൻഡിൽ ഇത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ 60 സെക്കൻഡ് വേണം, പക്ഷേ 44.75 അവർ സ്റ്റോപ്പ് ചെയ്തു. ടീം ബി വന്നു. ടീം ബി വന്നിട്ടും സെയിം ഗെയിമാണ്. ടീം ബിക്ക് അകത്തും തെറ്റ് സംഭവിച്ചു. ഒരാൾക്ക് മിസ്റ്റേക്ക് വന്നു, ബാക്കി എല്ലാവർക്കും മിസ്റ്റേക്ക് വന്നു. സ്വാഭാവികമായിട്ടും ടൈമിൽ മാറ്റം വന്നു. 42.6 സെക്കൻഡിലാണ് അവർ കംപ്ലീറ്റ് ചെയ്തത്. ടീം സി വന്നപ്പോൾ ഏറ്റവും കുറച്ച് പോയിന്റ് അവർക്കായിരുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഒരു ടൈം വെച്ചിട്ടാണ് അവർ കാൽക്കുലേറ്റ് ചെയ്ത് ആ സ്ട്രാറ്റജി ഉപയോഗിക്കാൻ നോക്കിയത്. പക്ഷേ അത് പൊളിഞ്ഞു പോയി. അവർ
33.96 സെക്കൻഡിലാണ് കംപ്ലീറ്റ് ചെയ്തത്. ഏറ്റവും കുറഞ്ഞ പോയിന്റ് ടീം സിക്കായിരുന്നു. എൻ്റെ പൊന്നോ, അത് ഏറ്റവും കുറവാണെന്ന് ജഡ്ജസ് പറഞ്ഞപ്പോൾ ഇവരുടെ ഒരു ബ്ലെയിമിങ് കാണുന്നത്. ഞാൻ അവരോട് പറഞ്ഞതാണ് അങ്ങനെ വേണ്ട, 5 സെക്കൻഡ് വെച്ച് പോയാൽ മതി. പക്ഷെ അവനാണ് അത് സമ്മതിക്കാത്തത്. അവൻ 1 സെക്കൻഡ് വെച്ച് പോയാൽ മതി, ബാക്കി അവസാനത്തെ ആൾ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് എല്ലാം കൂടി അവസാനത്തെ ആളുടെ മണ്ടയ്ക്ക് കൊണ്ടങ്ങ് ഇട്ട് കൊടുത്തു. അത് ജഡ്ജസിനെ ഒന്ന് പ്രൊവോക്ക് ചെയ്യുകയും ചെയ്തു. ഇവരുടെ സ്ട്രാറ്റജി അല്ല പൊളിഞ്ഞത്, ആക്ച്വലി അവരുടെ ടൈമിംഗ് ആണ്. ഇവർ പറഞ്ഞ ഒരാൾ 1 സെക്കൻഡ്, അടുത്തൊരു സെക്കൻഡ്, ഇങ്ങനെ പെട്ടെന്ന് പോയിട്ട് അവസാനത്തെ ആൾ കുറച്ച് നേരം നിന്നിട്ട് പ്രസ് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് അവസാനത്തെ ആൾക്ക് ആ കാൽക്കുലേഷൻ തെറ്റിക്കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. അങ്ങനെ കയ്യിൽ നിന്ന് പോയി, അതാണ് സംഭവിച്ചത്. പിന്നെ 4ാമത്തെ ടീം വന്നു. 4ാമത്തെ ടീമിൽ ആദ്യത്തെ ആൾ വന്നപ്പോൾ തന്നെ അത് ലൊലീറ്റയായിരുന്നു, ക്യാപ്റ്റനായിരുന്നു അവരുടെ. ലൊലീറ്റ വന്നിട്ട് ബസർ പ്രസ് ചെയ്തു, പക്ഷേ അത് സ്റ്റോപ്പ് ആയില്ലായിരുന്നു. ആദ്യത്തെ പ്രസ് ചെയ്തു, മണിക്കുട്ടി ഓടി തുടങ്ങി, അതായത് ടൈമർ ഓടി തുടങ്ങി. 2ാമത്തെ പ്രസ്സിൽ അത് സ്റ്റോപ്പ് ആയില്ല, അതിങ്ങനെ റണ്ണായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ കൂടിയാണ് പൂജ, രാകേഷ് ആ ടീമിലായിരുന്നു. രാകേഷ് ഏറ്റവും ലാസ്റ്റാണ് വരുന്നത്. രാകേഷ് ആക്ച്വലി നോട്ടീസായ ഒരു കണ്ടസ്റ്റൻ്റ് ആട്ടോ. എനിക്ക് തോന്നുന്നു രാകേഷ്, ലൊലീറ്റ, അതുപോലെ ഈ പൂജ നെഗറ്റീവ് വേയിലാണെങ്കിലും നോട്ടീസബിൾ ആയ ഒരു കണ്ടസ്റ്റൻ്റാണ്. അങ്ങനെ കുറച്ച് പേരെയാണ് ഈ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് നോട്ടീസബിളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രാകേഷ് ഒരു വേറെ വൈബാണ്. ആൾ ഏജിനേക്കാളും ഒരു എന്താ പറയുക, ആൾക്ക് ഏജ് കുറച്ചുണ്ടെങ്കിൽ പോലും കാഴ്ചയിൽ ആളുടെ റിയൽ ഏജ് നമുക്കറിയില്ല, കാഴ്ചയിൽ ഏജ് ഉണ്ടെങ്കിൽ പോലും കുറച്ചൊരു എന്താ പറയുക നല്ല വൈബായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു തമാശ കോമഡി ആയിട്ട് എടുക്കാൻ വേണ്ടിയാണ് നോക്കുകയാണെങ്കിൽ ജിൻഡോയുടെ ടൈപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ബിഗ് ബോസിൽ ജിൻഡോയുടെ കോമഡിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, പക്ഷേ ഇത് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഓട്ടോജിക്കാരനും കൂടിയാണ്, അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ ഏത് ലെവൽ വൈബായിരിക്കും വരുന്നത്. നമ്മുടെ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ഒരാൾ, എന്താളുടെ പേര്, FC ബോയ്, ആളുടെ പേര് എനിക്ക് ഓർമ്മ അങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പോൾ പുള്ളി പോലെയൊക്കെ ഒരു വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്. സോ 4ാമത്തെ ടീം വന്നപ്പോഴാണ് പൂജ അവിടെ നിന്ന് ഡയലോഗ് അടിച്ചത്, കളഞ്ഞിട്ട് പോടേ എന്നുള്ള ഡയലോഗ്. അത് ഭയങ്കര മോശം. എനിക്ക് തോന്നുന്നു രാകേഷ് വന്ന സമയത്താണ് തോന്നുന്നത്. രാകേഷ് കുറച്ച് ഷോ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ഒരു തമാശ രൂപേണൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോഴാണ് തോന്നുന്നു കളഞ്ഞിട്ട് പോകണം ഡയലോഗ് അടിച്ചു. അത് ഭയങ്കര മോശമായി പോയി. ആ സമയത്ത് അഖിൽമാരാർ അങ്ങോട്ട് ഇടപെട്ടു. ആരാ അത് പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് ഷൗട്ട് ചെയ്തു. കാര്യം പൂജ ഒരു റെസ്പെക്റ്റിലാണ് സംസാരിച്ചത്. പരസ്പര ബഹുമാനം എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ലായിരുന്നു. ബിഗ് ബോസ് പറയുന്ന ഷോയിൽ നിന്നല്ല, ലൈഫിലാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കാതെ ബിഹേവ് ചെയ്താൽ അത് നമുക്ക് ദോഷമേ ഭവിക്കത്തുള്ളൂ. പക്ഷേ ഇന്നത്തെ എലിമിനേഷനിൽ പൂജ സേവ്ഡ് ആയതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ എപ്പോഴാണ് പൂജ പുറത്ത് പോയി എന്നുള്ളത് നമുക്കറിയത്തില്ല. ഈ വീഡിയോ ചെയ്യണമെങ്കിൽ പുറത്ത് വന്നാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ അവിടെ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്നും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോൾ അങ്ങനെ ടീം 4 വന്നിട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് അവർക്കാണ്. 51.18 പോയിൻ്റാണ് അവർക്ക് കിട്ടിയത്. 51.18. അതിൽ രാകേഷാണ് പൊള്ളിയായിട്ട് ഗെയിം കൊണ്ടുപോയത്. ഏറ്റവും അവസാനമാണ് വന്നത്. നല്ല രസമായിരുന്നു. അതൊരു ഒരു എൻ്റർടൈനിങ് ആയിട്ട് ഫീൽ ചെയ്തു. ആളുടെ ഒരു അപ്പിയറൻസും ആൾ ചെയ്ത ഒരു രീതിയൊക്കെ രസമായിട്ട് തോന്നി. നമുക്ക് ചിരിപ്പിക്കുന്ന ഒരു ലെവലിലേക്ക് ഫീൽ ചെയ്തു. അങ്ങനെ രാകേഷ് ഒന്ന് നോട്ടീസബിൾ ആയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് ടീം ഡിക്കും, ഏറ്റവും കുറഞ്ഞ പോയിന്റ് കിട്ടിയത് ടീം സിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ടീം സിയിലുള്ള കണ്ടസ്റ്റൻസിൽ നിന്നാണ് പുറത്തേക്ക് പോകുന്ന ആൾക്കാർ വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ടീം സി അവിടേക്ക് വിളിച്ചു. ടീം സിക്കകത്തും ഈ പെൻഡൻറ്റ് കിട്ടിയ 2 പേരുണ്ടായിരുന്നു. ഇവർ ടീം തിരിച്ച സമയത്ത് ടീം സിക്കകത്ത് പെൻഡൻറ്റ് കിട്ടിയ 2 പേരുണ്ടായിരുന്നു. ആ 2 പേരുടെയും പെൻഡൻറ്റ് തിരിച്ചു മേടിച്ചു. അവരുടെ ഇൻഫിനിറ്റി പവർ തിരിച്ചു മേടിച്ചു. കാര്യം തോറ്റ ടീമിലായതുകൊണ്ട് ഇൻഫിനിറ്റി പവർ തിരിച്ചു മേടിച്ചിട്ട് ബാക്കി ടീമിൽ നിന്ന് ഇൻഫിനിറ്റി കിട്ടിയ ആൾക്കാരെ വിളിച്ചു. അവരോട് പറഞ്ഞു ബാക്കി 3 ടീമിൽ നിന്ന് നിങ്ങൾക്ക് 3 പേര് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. 3 പേര് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഇവർ കൺഫ്യൂസ്ഡ് ആയി. 3 പേരുടെ പേര് പറഞ്ഞു. അതിനകത്ത് പൂജയും അഫ്യാനാസും ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ വോട്ട് ആർക്കാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർക്കത് മനസ്സിലായില്ല, ഇവർ കൺഫ്യൂസ്ഡ് ആയി. ലൊലീറ്റയും പാർവതിയും രണ്ട് സമയത്താണ് കൈപൊക്കിയത്. സോ കൺഫ്യൂഷൻ വന്നു. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന പെൻഡൻറ്റ് തിരിച്ചു മേടിച്ചു. അവരുടെ ഇൻഫിനിറ്റി പവർ പോയി. അവിടെ രഞ്ജിനി ഹരിദാസ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. അത് എന്തിനാണ് ഷൗട്ട് ചെയ്യുന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കോമണേഴ്സ് ആണ്, അവർക്ക് ഈ ഷോ മനസ്സിലാവാതെ വരുന്ന ആൾക്കാരാണ്. അവർ ഷോ കണ്ടിട്ടുണ്ടാവും, എന്നാൽ പോലും അവർ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർ, ചിലപ്പോൾ സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവരോട് എന്തിനാണ് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്ന? ഒരു പക്ഷേ ഇവർ പ്രൊവോക്ഡ് ആവുന്നുണ്ട്. ഇന്നലെ ഞാൻ ഒരു കമൻറ്റ് കണ്ടു, ഇവർ പ്രൊവോക്ഡ് ആവുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവർ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നു നോക്കാൻ വേണ്ടി ആയിരിക്കാം ജഡ്ജസ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയാണ് ജഡ്ജസ് ഇങ്ങനെ പ്രൊവോക്ഡ് ആവുന്നത്, അവർ ഇറിറ്റേറ്റഡ് ആവുന്നതായിട്ട് കാണിക്കുന്നത്. പക്ഷേ ഇവരുടെ പെരുമാറ്റവും ഏകദേശം ഇറിറ്റേറ്റഡ് ആക്കുന്ന ലെവലിലുള്ള പെരുമാറ്റമാണ് അവർ കാണിക്കുന്നത്. ചില ആൾക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് ജഡ്ജസ് എന്താവും, പ്രൊവോക്ഡ് ആവും. അങ്ങനെ ഈ പറയുന്ന ഇൻഫിനിറ്റി പവർ ഉള്ള എല്ലാവരും നിന്നും എന്ത് ചെയ്തു, ഇൻഫിനിറ്റി പവർ അങ്ങ് തിരിച്ചെടുത്തു. പെൻഡൻ്റ് അങ്ങ് തിരിച്ചു മേടിച്ചു. ഇനി ഇവർക്ക് ഇൻഫിനിറ്റി പവർ ഇല്ല. ഇൻഫിനിറ്റി പവർ ഇല്ലാതിരിക്കുമ്പോൾ തന്നെ എന്താ സംഭവിക്കുക, അടുത്ത എവിക്ഷൻ വരുമ്പോഴേക്കും ഇവരെല്ലാവരും എവിക്ഷനിൽ വരാൻ സാധ്യത കൂടുതലാണ്. ഈ 3 ടീമിൽ നിന്ന് ഓരോരുത്തർ എടുക്കാൻ പറഞ്ഞപ്പോൾ അവരെടുത്തത് ഒന്ന് പൂജയെയും അഫ്യാനാസിനെയും ജെറ്റിനെയാണ് എടുത്തത്. അവിടെയാണ് ഇതിൽ ആരാ വേണം എന്ന് ചൂസ് ചെയ്യാൻ പറഞ്ഞപ്പോഴേക്കും ഇവർക്ക് കൺഫ്യൂഷനായി. രഞ്ജിനിക്ക് ദേഷ്യം വന്നു. എല്ലാവരുടെയും പവർ തിരിച്ചെടുക്കുന്നു. അതിനുശേഷം ഇവർ 3 പേരുടെ പേര് പറയുന്നു. പൂജനെ ആദ്യം വിളിച്ചു. ഈ 3 പേരുടെ പേര് വന്നപ്പോൾ പൂജനെ നേരെ സ്റ്റേജിലേക്ക് വിളിച്ചു. കാരണം പൂജയുടെ ഓൾറെഡി ദേഷ്യം ഉണ്ടല്ലോ. പൂജനെ സ്റ്റേജിൽ വിളിച്ചിട്ട് തിരിച്ച് രഞ്ജിനി ചോദിച്ചു, പൂജയാണോ അഫ്യാനാസാണോ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ മെജോറിറ്റി ആൾക്കാരും അഫ്യാനാസിനെ കൈപ്പൊക്കി. നേരെ അഫ്യാനാസ് അവിടെ വന്നു. പൂജ തിരിച്ചു പോയി. അപ്പോൾ പൂജ നിലവിൽ ഇന്ന് സേവ്ഡ് ആണ്. എവിക്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ടെൻഷനായി. കാരണം പുറത്ത് പോകേണ്ട ഒരു അവസ്ഥയാണല്ലോ. ടെൻഷനായി ഞാനായിരിക്കും പുറത്ത് പോകുന്നത്. ടെൻഷൻ വന്നു എല്ലാവരുടെയും മുഖത്ത്. ടീം സിയുടെ ക്യാപ്റ്റനെ സേഫാക്കി. ഓക്കെ, ക്യാപ്റ്റൻ ഒരു പവറുണ്ട്, ക്യാപ്റ്റൻ പുറത്ത് പോകില്ല എന്ന് പറഞ്ഞ് ടീം സിയുടെ ക്യാപ്റ്റനെ സേഫാക്കി.
ടീംസിന്റെ ക്യാപ്റ്റനെ സേഫ് ആക്കിയതിന് ശേഷം പിന്നെയുള്ളത് 10 പേരായിരുന്നു. ബാക്കി അവിടെ നിന്ന് 10 പേര്. ഈ 10 പേരിൽ 4 പേര് പുറത്തു പോകുന്നതാണ് പറയുന്നത്. അതിനകത്ത് റിയാസ് ഒരാളെ ആദ്യമേ സേവ് ചെയ്തു. ഇൻജസ്റ്റിസ് കണ്ടപ്പോൾ വോയിസ് റൈസ് ചെയ്തതെന്നും പറഞ്ഞിട്ട് ശ്യാമിനെ റിയാസ് സേവ് ചെയ്തു. ഓക്കെ, എവിക്ഷൻ പ്രക്രിയ വരുമ്പോൾ സേവിങ്ങിനേക്കാളും കുറച്ച് വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യം എവിക്ഷനാണ്, എവിക്ട് ചെയ്ത് വിടുക എന്നുള്ളതാണ്. അപ്പോൾ റിയാസ് ആദ്യമേ തന്നെ എന്ത് ചെയ്തു, ശ്യാമിനെ അങ്ങ് സേവ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അഖിൽ മാരാർ വന്നിട്ട് സ്റ്റിനിയെ സേവ് ചെയ്തു. സ്റ്റിനി അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, നോട്ടീസബിളായ പേഴ്സൺ ആണെന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റിനിയെ സേവ് ചെയ്തു. രഞ്ജിനിയെ വന്നിട്ട് ബിജുവിനെ എവിക്ട് ചെയ്തു. ബിജു എന്ന് പറഞ്ഞാൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, പുള്ളിനെ എവിക്ട് ചെയ്തു. അപ്പോൾ അതൊരു വിഷമമായിട്ട് തോന്നി എല്ലാവർക്കും. അതിന് കാരണം വെച്ചാൽ പുള്ളി അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന ഒരാളാണ്, അത്യാവശ്യം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ തോറ്റ ടീമിൽ വന്നു, ഓവറോൾ സംഭവങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇവർ എവിക്ട് ചെയ്യുന്നത്. അപ്പോൾ ആളുടെ സംസാരം കേട്ടപ്പോൾ ആൾക്ക് 2 പെൺകുട്ടികളാണ്. അപ്പോൾ കുട്ടികളാണ് അദ്ദേഹത്തിന് വേണ്ടി ഈ ആപ്ലിക്കേഷനൊക്കെ അയച്ചത്. വൈഫ് ഭയങ്കര സ്നേഹമുള്ള വ്യക്തിയാണ്. അപ്പോൾ നല്ലൊരു ഫാമിലി മാനാണ്, നല്ലൊരു ഫാമിലി കിട്ടിയ ഒരാളാണ്. എനിക്ക് ഈ ബിജുവിനെ പുറത്ത് ആക്കിയപ്പോൾ കഴിഞ്ഞ സീസൺ 7 നമ്മുടെ മുൻഷി രഞ്ജിത്ത് ഉണ്ടല്ലോ, മുൻഷി രഞ്ജിത്തിന് പുറത്ത് പോയത് എങ്ങനെയാണ്, ഫസ്റ്റ് വീക്കിലാണ് പുറത്ത് പോകുന്നത്. ആ ഒരാഴ്ച, ആദ്യത്തെ ആഴ്ചയൊന്നും ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ ഉള്ള സമയം കിട്ടില്ല ഇവർക്ക്. ഒരാഴ്ച കൊണ്ടൊക്കെ എന്ത് ചെയ്യാം എന്നുള്ള ചിന്ത വരും. ഒരാഴ്ച കൂടി അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ എന്നൊരു തോട്ട് നമുക്ക് വരും. അങ്ങനെ തന്നെയാണ് ഇവിടെയും ഫീൽ ചെയ്തത്. ഈ ഒരു 2-3 ദിവസം കൂടി ഇദ്ദേഹത്തിന് കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് എവിക്ഷൻ വേണ്ടായിരുന്നു എന്നൊക്കെ ഒരു തോന്നൽ വന്നു. വരെ 3ാമത്തെ ദിവസം എവിക്ട് ചെയ്യാന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇവർക്കൊന്നും ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. 3 ദിവസം കൊണ്ട് വോയിസ് റൈസ് ചെയ്തില്ല, അതിന് മാത്രമുള്ള പ്രശ്നങ്ങളോട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്. പ്രശ്നം ഉണ്ടാക്കുക, പ്രശ്നം ഉണ്ടാവുക, റൈസ് ചെയ്യുക വോയിസ്, ഇടപെടുക കാര്യങ്ങളിൽ, ഇതൊക്കെയാണ് ബിഗ് ബോസിനകത്ത് വേണ്ടതെന്നുള്ളതുകൊണ്ട് ഇവരങ്ങനെ ഇടപെടുന്നില്ല എന്നുള്ള വെച്ചിട്ടാണ് ഇവർ പല ആൾക്കാരെയും എവിക്ട് ചെയ്ത് വിട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെ ബിജു പുറത്ത് പോകുന്നു. അത് കഴിഞ്ഞിട്ട് എവിക്ട് ആകുന്നത് ആരാധ്യയാണ്. ആ കുട്ടി ഭയങ്കരമായിട്ട് കരഞ്ഞു. ആ കരച്ചിൽ കാണുമ്പോൾ നമുക്കും ഒരു സങ്കടം തോന്നും. കാര്യം 18 വയസ്സുള്ള കുട്ടിയാണ്. ഈ 18 വയസ്സിൽ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് അമ്മേനെ നന്നായിട്ട് നോക്കണം, ലൈഫിൽ എവിടെയെങ്കിലും അച്ചീവ് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് വന്നതാണ്. പക്ഷേ ഫസ്റ്റ് എവിക്ഷൻ തന്നെ പുറത്തേക്ക് പോകേണ്ടി വന്നു. നന്നായിട്ട് കരഞ്ഞു. അതിൻ്റെ കരച്ചിൽ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. രഞ്ജിന് ഒരു മോട്ടിവേഷൻ ഒക്കെ കൊടുത്തു. ഒരുപാട് ഇനിയും ലോകം മുന്നിലുണ്ട്, സോ ഒരുപാട് അച്ചീവ്മെൻറ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇൻസ്പയറിംഗ് വേർഡ്സ് ഒക്കെ രഞ്ജിനി പറഞ്ഞു, ഹഗ് ചെയ്തു, ആ കുട്ടിയെ പറഞ്ഞു വിട്ടു. പിന്നെ ഷാനുവിനെയും ഷിജുവിനെയും അഖിൽ മാരാർ സേവ് ചെയ്തു. ദെൻ നിതിൻ എവിക്ട് ആവും. രഞ്ജിനിയാണ് എവിക്ട് ചെയ്യുന്നത്. അതായത് ഒന്നിലും അങ്ങനെ വോയിസ് കേൾക്കുന്നില്ല, ഇങ്ങനെ ഒരാളെ ഉള്ളത് പോലും മനസ്സിലാവുന്നില്ല, ഉള്ളത് പോലും അറിയുന്നില്ല എന്നൊക്കെ ഉള്ള രീതിക്കാണ് രഞ്ജിനി നിതിനെ എവിക്ട് ചെയ്തത്. റിയാസ് ഷിൻജിത്തിനെ സേവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള 2 പേരാണ് റാഷയും അഫ്യാനാസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ അത് അവൻ കാരണമാണ് എന്നുള്ള ലെവലിൽ റാഷ നിൽക്കുകയാണ്. ഞാൻ ഇവിടെ നിൽക്കേണ്ട ആളല്ല, ഞാൻ അത്യാവശ്യം കഴിവൊക്കെയുള്ള ആളാണ്, ഞാൻ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റാഷ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങി. അഫ്യാനാസിനോട് ചോദിച്ചപ്പോൾ അഫ്യാനാസ് പറഞ്ഞു, ഞാൻ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ സംസാരിക്കേണ്ടത് സംസാരിച്ചെന്നാണ് ഞാൻ വിചാരിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അഫ്യാനാസ് സംസാരിച്ചു. പക്ഷേ എവിക്ട് ആയത് റാഷയായിരുന്നു. ഇതിനകത്ത് റാഷയോട് ചോദിച്ചു, ഈ അഫ്യാനാസ് എവിക്ട് ആവാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അഫ്യാനാസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ചോദിച്ചപ്പോഴേക്കും അത് അഫ്യാനാസിനെ എവിക്ട് ആവാൻ വേണ്ടി അഫ്യാനാസിനെ നോമിനേറ്റ് ചെയ്തത് അവരുടെ ടീമിൻ്റെ ക്യാപ്റ്റൻ തന്നെയാണല്ലോ, അപ്പോൾ അവരുടെ ഒരു നെഗറ്റിവിറ്റി കണ്ടിട്ടായിരിക്കും ക്യാപ്റ്റൻ പുറത്താക്കാൻ വേണ്ടി നോമിനേറ്റ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ അഖിൽ മാരാർ ഇടപെട്ടു. മാരാർ പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങളുടെ അഭിപ്രായം പറ. ക്യാപ്റ്റൻ ചിലപ്പോൾ അവരുടെ വ്യക്തിവൈരാഗ്യം കൊണ്ട് പറഞ്ഞതായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ അഭിപ്രായം പറയാൻ പറഞ്ഞു. അവിടെയും ജഡ്ജസ് ഒന്ന് പ്രൊവോക്ഡായി. രഞ്ജിനി ഇന്ന് ഭയങ്കരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടുന്നത് കണ്ടു. രഞ്ജിനി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇന്ന് പുറത്ത് പോകുന്നത് റാഷയാണെന്ന് പറഞ്ഞിട്ട് റാഷനെ എവിക്ട് ചെയ്യുന്നു. ഇതിനിടയ്ക്ക് നിതിനെ പുറത്താക്കുന്ന സമയത്ത് തന്നെ നിതിൻ പറയുന്നു, എനിക്ക് എൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ മിമിക്രി ചെയ്യും, എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, എനിക്ക് പ്രകടിപ്പിക്കാൻ ഉള്ള അവസരം കിട്ടിയില്ല എന്ന് നിതിൻ ഒരു പരാതി പറഞ്ഞു. അപ്പോൾ രഞ്ജിനി പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് മിമിക്രി ചെയ്യാം, നിങ്ങളിപ്പം എന്താണെന്ന് അറിയുന്നത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഉമ്മൻചാണ്ടി സാറിനെ നിതിൻ എന്ത് ചെയ്തു, മിമിക് ചെയ്തു. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. കുറച്ച് സ്പീഡ് കൂടുതലാണെന്ന് മാത്രം, പക്ഷേ രസമായിട്ട് നിതിൻ അത് അവതരിപ്പിച്ചു. നിതിന് വേണ്ടി തന്നെയാണ് ഉമ്മൻചാണ്ടി സാർ റെക്കമെൻഡ് ചെയ്യുന്നു നിതിനെ ഒരു അവസരം കൂടെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു. എന്നിട്ട് നിതിൻ പുറത്തേക്ക് പോകുന്നു. പിന്നെയാണ് റാഷനെ പുറത്ത് വിടുന്നു. ശരിക്കും റാഷ പുറത്ത് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജഡ്ജസ് പ്രൊവോക്ഡ് ആയതിൻ്റെ പേരിലാണെന്ന് എനിക്ക് തോന്നി. ചില ഇവരുടെയൊക്കെ പെരുമാറ്റമാണ് ഏറ്റവും വലിയ പ്രശ്നം. നേരത്തെ പറഞ്ഞ പോലെ സെലിബ്രിറ്റീസായിട്ടുള്ള ആൾക്കാരാകുമ്പോൾ അവരുടെ ഇമേജ് നോക്കിയിട്ട് അവർ സംസാരിക്കും, ഇവർ പറയുന്ന കേട്ടൊക്കെ നിൽക്കും, ചിലപ്പോൾ അങ്ങനെ റിയാക്ട് ചെയ്യണമെന്നില്ല. എന്നാൽ കോമണേഴ്സ് അങ്ങനെയല്ല, അവർക്ക് ദേഷ്യം വന്നാൽ അവരത് മുഖം നോക്കാണ്ട് മറുപടി പറയും. ഇത് തന്നെയാണ് അവിടെ പൂജയ്ക്ക് സംഭവിച്ചത്, റാഷയ്ക്കും സംഭവിച്ചത്. അങ്ങനെ റാഷ എവിക്ട് ആവുന്നു. അതൊരു ഫെയർ ആയിട്ട് തോന്നുന്നില്ല എന്ന് റാഷ അവിടെ സംസാരിച്ചു. അതൊരു ഫെയർ എവിക്ഷനായിട്ട് തോന്നുന്നില്ല, ഞാൻ ഒരിക്കലും പുറത്തു പോകാൻ ഡിസേർവ്ഡ് അല്ല, പക്ഷേ പുറത്തു പോകേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ടെന്നൊക്കെ പറഞ്ഞ് റാഷ എവിക്ട് ആവുന്നു. അഫ്യാനാസ് സേവ്ഡ് ആവുന്നു. അങ്ങനെ 40 പേരിൽ 36 പേരായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ഇനിയും 36 പേരെ വെച്ചിട്ടായിരിക്കും ഇനിയുള്ള ഗെയിം വരുന്നത്. അപ്പോൾ ഇന്ന് രാത്രിയാണ് ഈ എവിക്ഷൻ എപ്പിസോഡ് കാണിക്കുന്നത്.
സോ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എവിക്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് സംഭവിച്ചത്. ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവും എന്തൊക്കെ സംഭവിച്ചു. മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റും, ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇതാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഹോട്ട്സ്റ്റാറിൽ എപ്പിസോഡ് കാണുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കമൻറ്റ് ഇവിടെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതായാലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ കുറച്ചുകൂടി കടുകട്ടിയാവട്ടെ. ഇവർ കൊടുക്കുന്ന ഗെയിം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബാലിശമായിട്ടുള്ള ഗെയിമാണ്. ഇത് ഈ പറയുന്ന ബസർ അമർത്തുക, മാറി നിൽക്കുക, അതൊരു ഒരു ഫൺ എലമെൻ്റ് ഒന്നും അതിനകത്ത് ഫീൽ ചെയ്യുന്നില്ലെന്നുള്ളതാണ്. ഗെയിമിനകത്ത് അതിന് ഇവർ പെർഫോം ചെയ്യുന്ന രീതി വെച്ചിട്ടാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ നമുക്ക് ചിരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ഓർത്തിരിക്കാനോ പറ്റുന്ന സംഭവങ്ങളൊന്നും ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ആക്ച്വലി ഇന്നത് എഴുതി വെച്ചില്ലായിരുന്നെങ്കിൽ പെട്ടുപോയെന്നെ. കാരണം ഒന്നും മെമ്മറി നിൽക്കുന്നില്ല. അങ്ങനെ മെമ്മറി നിൽക്കാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. 1 മണിക്കൂർ പെട്ടെന്ന് പോയി എന്നുള്ളതാണ്. സോ ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡുകൾ ഇപ്പോൾ 3-ാമത്തെ ദിവസമായി, ഇനി 18 ദിവസം ബാക്കിയുണ്ട്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ കുറച്ചുകൂടി എൻഗേജ്ഡ് ആവട്ടെ, കുറച്ചുകൂടി നല്ല രസമാവട്ടെ, രസകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ. അങ്ങനെ വരുമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം പുതിയ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.